ഹായ് ഓൾ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാം വരുന്നുണ്ട് അല്ലേ, ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ 10th ലെവൽ +2 ലെവലൊക്കെയുള്ള ഒരുപാട് എക്സാംസ് ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ മെയിനായിട്ടും പോകുന്നത് ഈ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും. അതിൻ്റെ ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും കവർ ചെയ്ത് പോകാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ചരിത്ര ഭാഗത്തു നിന്നും 5 മാർക്കാണ് നമ്മളോട് ചോദിക്കുന്നത്. അവിടെ ഇന്ത്യൻ ഹിസ്റ്ററിയും വരുന്നുണ്ട്, കേരള ഹിസ്റ്ററിയും വരുന്നുണ്ട്. ആ ഹിസ്റ്ററിയുടെ 5 മാർക്ക് എന്ന് പറയുന്നത് തന്നെ എന്താണ്, അതൊരു കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും കൂടെ വരുമ്പോൾ തന്നെ ഒരു കുറച്ചധികം പോർഷൻസ് നമുക്ക് കവർ ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം, അതിനെക്കുറിച്ചാണ് നമുക്ക് ആദ്യമായിട്ട് ഇന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കണം. ഇനി എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നമുക്കതൊക്കെ പരിഹരിച്ച് മുൻപോട്ട് ഒന്നിച്ചു പോകാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തായി 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. തിരുവിതാംകൂർ എവിടെയായിരുന്നു? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തായിട്ട് 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ചേര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ഭൂപ്രദേശം. സമൃദ്ധിയുടെ നാട് എന്ന അർത്ഥത്തിൽ ശ്രീവാഴുംകോട് എന്നും മലയാളത്തിൽ തിരുവാഴുംകോട് എന്നും അറിയപ്പെട്ടു. അപ്പോൾ ഇവിടെ ഭരണം നടത്തിയിരിക്കുന്നത് ചേര സാമ്രാജ്യത്തിലെ ചേര രാജാക്കന്മാരായിരുന്നു കേട്ടോ. ഇംഗ്ലീഷുകാർ ഈ രാജ്യത്തെ ട്രാവൻകൂർ എന്ന് വിളിച്ചു. തിരുവിതാംകൂറിൻ്റെ ആധുനിക ചരിത്രം തുടങ്ങുന്നത് വേണാട് ഭരിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയിൽ നിന്നാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1758 വരെയുള്ള കാലമാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് തന്നെ പറയുന്നത് ആരെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹം രാജ്യം വടക്കോട്ട് പെരിയാറിൻ്റെ തീരം വരെ വ്യാപിപ്പിച്ചു. പിന്നീട് വന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ ഭരണ സൗകര്യാർത്ഥം തലസ്ഥാന നഗരി പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. രാജ്യാതിർത്തി ചാലക്കുടി പുഴ വരെയും നീട്ടി. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നമ്മുടെ കലാകാരന്മാരുടെ ഭാവനയിൽ വന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. വളരെ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1729 മുതൽ 1758 വരെയുള്ള കാലഘട്ടമായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായ ഭരണാധികാരിയാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്, രാജ്യവിസ്തൃതി ഏറ്റവും അധികം വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും എന്ത് തന്നെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നുള്ളതാണ്. ആധുനിക അശോകൻ, തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണനയമാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടേത്. അതായത് ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രജപം, മുറജപം എന്നീ ചടങ്ങുകൾ ആരംഭിച്ച ഭരണാധികാരി. ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം അതുപോലെ തന്നെ ഭദ്രദീപം എന്നീ ചടങ്ങുകൾ ആരംഭിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പം ആധുനിക അശോകൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നു. ദെൻ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കുമനുഷ്യൻ, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കുമനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? ഉരുക്കുമനുഷ്യൻ നമ്മുടെ മാർത്താണ്ഡവർമ്മയെപ്പറ്റി പറയുന്നതാണ്.
1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തി ശ്രീ പത്മനാഭൻ എന്ന അല്ലെങ്കിൽ ശ്രീ പത്മനാഭദാസൻ എന്ന പേരു സ്വീകരിച്ച രാജാവാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇത് ഒന്നാം തൃപ്പടിദാനം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഈ തൃപ്പടിദാനം അറിയപ്പെടുന്നത്, അതായത് 1750 ജനുവരി 3 തൃപ്പടിദാനം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അത് ഒന്നാം തൃപ്പടിദാനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നാം തൃപ്പടിദാനം എന്ന് അദ്ദേഹം നടത്തിയത് എന്താണ്? അതായത് തൻ്റെ രാജ്യവും തൻ്റെ സർവസ്വവും അദ്ദേഹം പത്മനാഭസ്വാമിക്ക് അടിയറവ് വെക്കുന്നു. അതോട് തന്നെ അദ്ദേഹം പിന്നീട് ഒരു പത്മനാഭദാസനായിട്ടാണ് രാജ്യം ഭരിക്കുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ 1741 ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 1741 മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ഏത് യുദ്ധം? കുളച്ചൽ യുദ്ധം 1741. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി തിരുവിതാംകൂറിൽ അഞ്ചൽ സമ്പ്രദായവും ഭൂസർമ്മയെയും ആരംഭിച്ച ഭരണാധികാരി. അഞ്ചൽ സമ്പ്രദായം തിരുവിതാംകൂറിൽ എന്താണ്? അഞ്ചൽ സമ്പ്രദായവും അതുപോലെ തന്നെ ഭൂസർവേയും ആരംഭിച്ചത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. 1723 വേണാട് രാജാവ് രാമവർമ്മ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ തിരുവിതാംകൂറിൻ്റെ യുവരാജാവ് എന്ന നിലയിൽ ഒപ്പിട്ടത് ആരാണ്? അപ്പോൾ വേണാട് ഉടമ്പടിയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒപ്പിട്ടത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് ആരൊപ്പിടുന്നത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒപ്പിട്ടത്. ഇപ്പോൾ തൃപ്പടിദാനം എന്നാണ്. തൃപ്പടിദാനത്തിൻ്റെ വർഷം ചോദിച്ചാൽ 1750 ജനുവരി 3 ഒന്നാം തൃപ്പടിദാനം. കുളച്ചൽ യുദ്ധം എന്നാണ് 1741. വേണാട് ഉടമ്പടി 1723. ഇതിലെല്ലാം ആരെക്കുറിച്ചാണ് നമ്മളോട് PSC ചോദിക്കുന്നത്? അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഭൂസർവേ ആരംഭിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കണ്ടെഴുത്ത്, ഭൂസർവേ ഇവ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി നിലം, പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ 1739 പ്രത്യേകമായി നിയമിച്ച വ്യക്തിയായിരുന്നു മല്ലൻ ശങ്കരൻ. ഭൂമി അളന്നു തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചു. കണ്ടെഴുത്ത് വഴി എന്താ ചെയ്ത മാർത്താണ്ഡവർമ്മ? ഭൂമിയൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ നികുതി നിർണയിച്ചു. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരം വക എന്നിങ്ങനെ 4ആയി തിരിച്ചു. അപ്പം നമ്മളോട് PSC ചോദിക്കും, ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരം വക എന്നിങ്ങനെ 4ആയി തിരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട അടുത്തതാണ് 8 വീട്ടിൽ പിള്ളമാര്. 8 വീട്ടിൽ പിള്ളമാരെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ക്ഷേത്രം വക വസ്തുക്കൾ 8ആയി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായിട്ട് ഓരോ ഭാഗം ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഈ നായർ മാടമ്പിമാരെ 8 വീട്ടിൽ പിള്ളമാരെന്നറിയപ്പെട്ടു. അതായത് ഈ ക്ഷേത്രം വക വസ്തുക്കളൊക്കെ 8 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? കരം പിരിക്കാനുള്ള എളുപ്പത്തിന്. എന്നിട്ട് ഈ 8 ഭാഗത്തേക്കും ഓരോ നായർ മാടമ്പിമാരെ മാർത്താണ്ഡവർമ്മ അപ്പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവരെയാണ് എന്ത് വിളിക്കുന്നത്? 8 വീട്ടിൽ പിള്ളമാരെന്ന് വിളിക്കുന്നത്. മാർത്താണ്ഡവർമ്മയ്ക്ക് എതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന 8 വീട്ടിൽ പിള്ളമാരെ രാജാധികാരത്തിൻ്റെ പിൻബലത്തിൽ മാർത്താണ്ഡവർമ്മ എന്തു ചെയ്യുന്നു? പിന്നീട് ഇല്ലാതാക്കുന്നു. 8 തറവാടുകളും ഇടിച്ചു നിരത്തി അവിടെ കുളങ്ങൾ നിർമ്മിക്കുകയാണ് മാർത്താണ്ഡവർമ്മ ചെയ്യുന്നത്. ഇതോടെയാണ് കുളം തോണ്ടുക എന്ന മലയാളത്തിൽ ഒരു ശൈലി തന്നെ ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പം മാർത്താണ്ഡവർമ്മയുടെ മാർത്താണ്ഡവർമ്മ കരം പിരിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള നായർ മാടമ്പിമാരായിരുന്നു ആര്? 8 വീട്ടിൽ പിള്ളമാർ. പിന്നീട് ഈ 8 വീട്ടിൽ പിള്ളമാർ നിരന്തരമായിട്ട് മാർത്താണ്ഡവർമ്മയെ ശല്യം ചെയ്യുന്നതിലൂടെ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നു? തൻ്റെ രാജാധികാരം ഉപയോഗിച്ച് ഇവരെ ഇല്ലാതെയാക്കി ഈ 8 തറവാടുകളുടെയും സ്ഥാനത്ത് കുളങ്ങളാക്കി എന്നാണ് പറയുന്നത്. ഇതോടെയാണ് മലയാളത്തിൽ ഏത് ശൈലി വരുന്നത്? കുളം തോണ്ടുക എന്ന ശൈലി വരുന്നത്.
മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ടുള്ള വേറെ ചില വസ്തുതകളും കൂടി നമുക്ക് നോക്കാം. കായംകുളത്തെ ശ്രീകൃഷ്ണപുരം ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ കായംകുളം ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം ആരാണ് പണി കഴിപ്പിച്ചത്? അത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി ശുചീന്ദ്രൻ കൈമുക്ക്, എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ശുചീന്ദ്രൻ കൈമുക്ക ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. കിഴക്കേക്കോട്ട പടിഞ്ഞാറേക്കോട്ടയും പണി കഴിപ്പിച്ചതും ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവ് അത് മാർത്താണ്ഡവർമ്മയാണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിലെ അധികാരത്തിൽ വന്ന ആദ്യ രാജാവും മാർത്താണ്ഡവർമ്മയാണ്. ഇനി ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് എന്താണ്? ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ. അതായത് തൃപ്പടിദാനം നടത്തിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? 1750 ജനുവരി 3 ഇദ്ദേഹം തൃപ്പടിദാനം നടത്തുന്നു. തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭദാസന്മാരായിട്ടാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം സ്വീകരിച്ച പേരാണ് എന്ത്? ശ്രീ പത്മനാഭ വാഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന പേര്. പിന്നെ ഉദയഗിരിക്കോട്ട പുതുക്കി പണിത രാജാവ്. ഉദയഗിരിക്കോട്ട പുതുക്കി പണിതത് ആരാണ്? അത് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഉദയഗിരിക്കോട്ട പുതുക്കി പണിതത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ഒരു സ്ഥിര സൈന്യം അഥവാ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം അറിയപ്പെടുന്നതാണ് മറവപ്പട. ചോദിച്ചിട്ടുണ്ട് PSC. തിരുവിതാംകൂറിൽ ഒരു സ്ഥിര സൈന്യം ഏർപ്പെടുത്തിയ രാജാവും വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരിയും മാർത്താണ്ഡവർമ്മയാണ്. വട്ടക്കോട്ട നിർമ്മിച്ചത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി പ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി പ്ലാവ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന അണ, പുത്തനണ എന്നിവ. ഇനി മാർത്താണ്ഡവർമ്മയുടെ സമകാലികരായിട്ടുള്ള കവികളാണ് ആരൊക്കെ? രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ. രാമപുരത്തു വാര്യരും കുഞ്ചൻ നമ്പ്യാരുമാണ് മാർത്താണ്ഡവർമ്മയുടെ സമകാലികരായിട്ടുള്ള കവികൾ. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്നത് കൃഷ്ണശർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ആരാണ്? അത് കൃഷ്ണശർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള കവികളായിരുന്നു ആരൊക്കെ? രാമപുരത്തു വാര്യരും അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരും. ഇനി മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യമായിരുന്നു നായർ ബ്രിഗേഡ്. വേറൊരെണ്ണമാണ് ഹിരണ്യഗർഭം ചടങ്ങ്. ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചാലും അത് മാർത്താണ്ഡവർമ്മയാണ്. എന്താണ് ഹിരണ്യഗർഭം ചടങ്ങ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ്. എന്താണ് ഹിരണ്യഗർഭ ചടങ്ങ്? തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം. ഈ ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാല് ചേർത്ത ഒരു മിശ്രിതമുണ്ട്. ആ മിശ്രിതത്തിന് പറയുന്ന പേരാണ് പഞ്ചഗവ്യം എന്ന് പറയുന്നത്. എന്താണ്? പഞ്ചഗവ്യം എന്നാണ് ആ മിശ്രിതത്തിന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചഗവ്യത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അത് നമ്മളോടൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്? മതിലകം രേഖകൾ എന്നാണ് ഈ താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത്. അപ്പം മതിലകം രേഖകൾ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയായി കണക്കാക്കുന്നത് എന്താണ്? അത് ശംഖാണ് കേട്ടോ. തിരുവിതാംകൂറിൻ്റെ ഔദ്യോഗിക രാജമുദ്രയായിട്ട് കണക്കാക്കുന്നത് ശംഖാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ശ്രീ പത്മനാഭദാസൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം എന്താണ്? അത് വഞ്ചീശമംഗളമാണ്. ഈ വഞ്ചീശമംഗളം എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ അത് ഉള്ളൂരാണ് കേട്ടോ. അപ്പോൾ വഞ്ചീശമംഗളമാണ് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം. അത് എഴുതിയത് ഉള്ളൂരാണ്. തിരുവിതാംകൂറിൻ്റെ പ്രധാന ആരാധനാമൂർത്തി ആരാന്ന് ചോദിച്ചാലോ അത് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമിയാണ്. അതുപോലെ തന്നെ
തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യമാണ് വാഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം ഏതാന്ന് ചോദിക്കും. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂർ രാജവംശമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യവും തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ്. അതുപോലെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് ചോദിക്കും. അതെന്താണ്? അത് തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് കേട്ടോ. തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് കുളച്ചൽ യുദ്ധത്തെക്കുറിച്ചാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1941 ഓഗസ്റ്റ് 10. അപ്പോൾ കുളച്ചൽ യുദ്ധം എന്നാണ് നടന്നത്? 1941 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ ഇമ്പോർട്ടൻ്റ് ആണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ചോദിച്ചാൽ 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. പരീക്ഷയ്ക്ക് ചോദിക്കാം, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തി ഏതാണ്? അത് ഡച്ചുകാരെയാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തുന്നത്. ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലായിരുന്നു. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു യൂറോപ്യൻ ശക്തി ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ ഭരണാധികാരിയുടെ മുൻപിൽ പരാജയം നേരിടുന്നത് മാർത്താണ്ഡവർമ്മയുമായി നടത്തിയ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരായിരുന്നു. കുളച്ചൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ. അപ്പോൾ കുളച്ചൽ ഇപ്പോൾ എവിടെയാണ്? തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ഇപ്പോൾ കുളച്ചൽ. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ, അതായത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിനു ശേഷം മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനായിരുന്നു ഡിലനോയി. ക്യാപ്റ്റൻ ഡിലനോയി എന്ന് നമ്മൾ പറയും. ക്യാപ്റ്റൻ ഡിലനോയി. ഈ യുദ്ധത്തിന് ശേഷം ഇദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ മുൻപിൽ കീഴടങ്ങി. ഇതേ തുടർന്ന് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപനായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയി. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ആരാണ്? അത് ഡിലനോയി ആണ്. ഡച്ച് സൈന്യാധിപനായിരുന്നു ഡിലനോയി. കുളച്ചൽ യുദ്ധത്തിൽ പരാജയത്തെ തുടർന്ന് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. പിന്നീട് ഇദ്ദേഹം തിരുവിതാംകൂറിൻ്റെ തിരുവിതാംകൂറിൻ്റെ സൈന്യാധിപനായി മാറുകയായിരുന്നു. ഡിലനോയിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഡിലനോയിയുടെ സ്മാരകം എവിടെയാണ്? കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഈ ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? അത് വീരരവിവർമ്മ. വേണാട് രാജാവായിരുന്ന വീരരവിവർമ്മയാണ് ഉദയഗിരി കോട്ട നിർമ്മിച്ചത്. അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൻ്റെ വർഷം ചോദിച്ചാൽ 1741 ഓഗസ്റ്റ് 10. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ നാട്ടുരാജാവിന് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഭരണാധികാരിയുടെ മുൻപിൽ ഒരു യൂറോപ്യൻ ശക്തി കീഴടങ്ങുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് അത്. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങളാണ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് പതിവ് കണക്ക് എന്നായിരുന്നു അറിയപ്പെട്ടത്. അതുപോലെ ചെക്ക് പോസ്റ്റ് ചൗക്കുകളെന്നും പോസ്റ്റൽ സമ്പ്രദായത്തെ അഞ്ചൽ എന്നും താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൽ എന്നും തഹസിൽദാർ കാര്യക്കാർ വില്ലേജ് ഓഫീസ് പകുതികൾ എന്നും വില്ലേജ് ഓഫീസർമാർ പർവത്തിക്കാർ എന്നും ധനമന്ത്രിമാർ മുളകുമടിശീലക്കാർ എന്നുമൊക്കെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതുപോലെ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ദിവാൻമാരായിരുന്നു അറുമുഖൻ പിള്ള. അദ്ദേഹം 1729 മുതൽ 1736 വരെയായിരുന്നു തിരുവിതാംകൂറിൻ്റെ ദിവാൻ അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ ദിവാനായിരുന്നത്. അടുത്തതാണ് താണുപിള്ള. താണുപിള്ളയുടെ കാലഘട്ടം 1736
1737 എന്നിവയായിരുന്നു. ഇതിനുശേഷം വന്ന ദളവയാണ് രാമയ്യൻ ദളവ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1737 മുതൽ 1756 വരെയായിരുന്നു. അപ്പം മാർത്താണ്ഡവർമ്മയ്ക്ക് 3 ദിവാൻമാരായിരുന്നു: അറുമുഖൻ പിള്ള, താണുപിള്ള, രാമയ്യൻ ദളവ. നമ്മളോട് ഓടുവണ്ണൊക്കെ ചിലപ്പോൾ ചോദിക്കാം ഈ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഓർത്തിരുന്നോണം, മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ദിവാൻമാരായിരുന്നത് അറുമുഖൻ പിള്ള, താണുപിള്ള, രാമയ്യൻ ദളവ എന്നിവരായിരുന്നു. മാർത്താണ്ഡവർമ്മയും പത്മനാഭസ്വാമി ക്ഷേത്രവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള കഥകളാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മയായിരുന്നു. അപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ തൃപ്പടിദാനം നടത്തിയത് ആരാണ്? തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. ക്ഷേത്രത്തിലെ അറ്റകുറ്റപ്പണികൾ അനുബന്ധ മന്ദിരങ്ങളുടെ നിർമ്മാണവും 1731 ആരംഭിച്ച് 1733 പൂർത്തിയായി. ഖണ്ഡകി നദീതടത്തിൽ നിന്ന് കൊണ്ടുവന്ന 12,000 സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ശ്രീ പത്മനാഭ വിഗ്രഹം പുതുക്കി നിർമ്മിച്ചത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തൻ്റെ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി 6 വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഉത്സവമാണ് മുറജപം. ഈ അടുത്തിടയ്ക്കായിട്ട് നമ്മളതിൻ്റെ ചടങ്ങുകളൊക്കെ കണ്ടായിരുന്നു അല്ലേ? മുറജപം വിളിച്ചു പറയലിൻ്റെ ചടങ്ങുകളും അതിൽ നമ്മൾ മോഹൻലാൽ പങ്കെടുത്തതൊക്കെ നമ്മൾ കണ്ടില്ലേ? ഇതിൻ്റെ ചെറു ചടങ്ങായിരുന്നു ഭദ്രദീപം. വർഷത്തിൽ 2 തവണ വീതം ഭദ്രദീപം നടത്തപ്പെട്ടിരുന്നു. മുറജപം ആദ്യമായി ആഘോഷിക്കുന്നത് 1750 അടുത്തത് എട്ടരയോഗം പിള്ളമാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി എട്ടരയോഗം എന്താ? തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണനിർവാഹക സമിതിയായിരുന്നു എട്ടരയോഗം. ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ 8 പോറ്റിമാർക്ക് ഓരോ വോട്ട് വീതവും മഹാരാജാവിന് അര വോട്ടുമാണ് ഉണ്ടായിരുന്നത്. എട്ടരയോഗം കൂടുമ്പോൾ അധ്യക്ഷത പദം അലങ്കരിച്ചിരുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാരായിരുന്നു. അപ്പം മാർത്താണ്ഡവർമ്മയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫാക്റ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻസും വരില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, മാർത്താണ്ഡവർമ്മ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കാര്യമായിട്ട് തന്നെ അതൊന്ന് നിങ്ങൾ പഠിക്കണം, കേട്ട് പഠിക്കണേ. അപ്പം മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അടുത്തതായിട്ട് ഭരണത്തിൽ വന്നതാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1758 മുതൽ 1798 വരെയുള്ള കാലഘട്ടമായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂറിൻ്റെ രാജപദവിയിലിരുന്നത് ഭരണാധികാരിയായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ ഏറ്റവും കൂടുതൽ തിരുവിതാംകൂറിൻ്റെ രാജാവായിട്ടിരുന്ന ഭരണാധികാരി ആരാ? അത് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു അല്ലേ? അദ്ദേഹം ഏകദേശം 40 വർഷക്കാലമാണ് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിട്ട് ഇരുന്നത്. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടതും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് അത്. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ രാജാവ് 1790 അദ്ദേഹം ഈ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും എങ്ങോട്ട് മാറ്റുന്നത്? തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത്. അതുപോലെ തന്നെ 1766 രണ്ടാം തൃപ്പതിദാനം നടത്തിയ രാജാവും കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. അപ്പോൾ ഒന്നാം തൃപ്പതിദാനം നടത്തിയത് ആരാ? അത് 1750 ജനുവരി 3 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും രണ്ടാം തൃപ്പടിദാനം നടത്തുന്നത് 1766 കാർത്തിക തിരുനാൾ രാമവർമ്മയുമാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി അദ്ദേഹം ബാലരാമഭാരതം രചിച്ചു. ബാലരാമഭാരതം രചിച്ചത് ആരാണ്? അത്
തിരുവിതാംകൂർ രാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു അല്ലേ. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചു. രാജസൂയം ആട്ടക്കഥ രചിച്ചതും ആരാണ്? അത് കാർത്തിക തിരുനാളാണ്. അതുപോലെ ധർമ്മരാജയുടെ ധർമ്മരാജ എന്ന് വിളിക്കുന്നത് ആരെയാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മേനെ. അദ്ദേഹത്തിൻ്റെ പ്രധാന ആട്ടക്കഥകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സുഭദ്രാഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, നരകാസുരവധം, ഗന്ധർവ വിജയം എന്നിവയെല്ലാം കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ പ്രധാനപ്പെട്ട ആട്ടക്കഥകളായിരുന്നു. രാജസൂയം ആട്ടക്കഥ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കേട്ടോ. അതുപോലെ തന്നെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ഏത് ഗ്രന്ഥമാണ് രചിച്ചത്? ബാലരാമ ഭാരതം രചിച്ചു. ഇനി ധർമ്മരാജയുടെ സമകാലികനായിരുന്ന പ്രശസ്തനായ ഒരു കവിയുണ്ട്, അതാരാണ്? അത് ഉണ്ണായി വാര്യരായിരുന്നു കേട്ടോ. ധർമ്മരാജ അല്ലെങ്കിൽ കിഴവൻ രാജ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സമകാലികനായ കവിയായിരുന്നു ആര്? അത് ഉണ്ണായി വാര്യരായിരുന്നു. ഇനി ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന നോക്കി, കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയത്. കൊടുങ്ങല്ലൂർ കോട്ടയും അതുപോലെ തന്നെ പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയത് ആരാണ്? അത് നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അതുകൊണ്ട് നെടുങ്കോട്ട പണിയിപ്പിച്ചതും ആര് തന്നെയാണ്? നെടുങ്കോട്ട പണിയിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഇനി ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്തൊരു കൊടിമരം സ്ഥാപിക്കാനുള്ള അനുവാദം നൽകിയത് നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ആഭിമുഖ്യത്തിൽ കർണാട്ടിക് നവാബുമായി 1765 സന്ധി ഉണ്ടാക്കിയ ഭരണാധികാരിയും കാർത്തിക തിരുനാളാണ്. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. PSC ചോദിച്ചിരിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന എക്സ്ട്രാ പോയിൻറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ ആക്രമണ സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. മൈസൂർ പടയുടെ ആക്രമണം തടയുവാനായി മധ്യ കേരളത്തിൽ തൃശ്ശൂരിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ചു. അപ്പം നെടുങ്കോട്ട എവിടെ പണി കഴിപ്പിച്ചു? മധ്യ കേരളത്തിലെ തൃശ്ശൂരിലാണ് പണി കഴിപ്പിക്കുന്നത്. ആരാണ് പണി കഴിപ്പിച്ചത്? കാർത്തിക തിരുനാൾ രാമവർമ്മ. എന്തിനാണ് അദ്ദേഹം ഇത് പണി കഴിപ്പിക്കുന്നത്? മൈസൂർ പടയുടെ ആക്രമണം തടയുന്നതിന് വേണ്ടിയിട്ടാണ് മധ്യ കേരളത്തിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ചത്. ഈ നെടുങ്കോട്ട ടിപ്പു സുൽത്താൻ ആക്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടിപ്പു സുൽത്താൻ ഈ നെടുങ്കോട്ട ആക്രമിച്ച വർഷം ചോദിച്ചാൽ അത് 1789. ഉത്തര കേരളത്തിലെ രാജാക്കന്മാർ തിരുവിതാംകൂറിൽ അഭയം നൽകിയ രാജാവും ആര് തന്നെയാണ്? കാർത്തിക തിരുനാളാണ്. അതുപോലെ സാമൂതിരിയും കോലത്തിരിയും മനോരമ തമ്പുരാട്ടിയും കൊച്ചി രാജകുടുംബാംഗങ്ങളും തിരുവിതാംകൂറിൽ രാഷ്ട്രീയ അഭയം തേടിയവരിൽ പെടുന്നവരാണ്. ഇതര മതാനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവ്. അപ്പോൾ റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കേട്ടോ. അതുപോലെ ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങുന്നു 1789. കിഴക്കേക്കോട്ട പടിഞ്ഞാറേക്കോട്ട പണി പൂർത്തിയാവുമ്പോൾ, പണിയാൻ തുടങ്ങിയത് ആരാ? മാർത്താണ്ഡവർമ്മ. അതിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ ആരാണ് തിരുവിതാംകൂർ രാജാവ്? അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അതുപോലെ തന്നെ കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽ തൂണുകളോട് കൂടിയ കുലശേഖര മണ്ഡപം, 1000 കൽമണ്ഡപം എന്നും പറയുന്നു ഇതിന്. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് ആരാണ്? അത് ധർമ്മരാജയാണ്. ധർമ്മരാജയുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, അതുപോലെ തന്നെ രാജാ കേശവദാസ്. അപ്പം നമ്മുടെ ധർമ്മരാജയുടെ പ്രശസ്തരായ ദിവാൻ എന്ന് തന്നെ പറയാം അല്ലെ. ദിവാനായിരുന്നു ആര്? 2 പേരാണ്. അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും ഉണ്ട്, അതുപോലെ തന്നെ രാജാ കേശവദാസും. ഈ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയായിരുന്നു വർക്കല നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ധർമ്മരാജയുടെ ആദ്യ ദളവ. എങ്ങനെയാണ് അറിയപ്പെടുന്നത്?
വർക്കല നഗരത്തിൻ്റെ ശില്പി. തിരുവിതാംകൂറിനെ തെക്കേമുഖം, വടക്കേമുഖം, പടിഞ്ഞാറേമുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി തിരിച്ച തിരുവിതാംകൂർ ദളവയാണ് അയ്യപ്പ മാർത്താണ്ഡപിള്ള. കൊച്ചിയിലെ ദിവാനായ പാലിയത്ത് കോമി അച്ഛനുമായി ചേർന്ന 1762 ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ദിവാനാണ് ആര്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. എന്താണ് ഈ ശുചീന്ദ്രം ഉടമ്പടി? കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടിയുടെ സമയത്ത് നമ്മുടെ ധർമ്മരാജയായിരുന്നു തിരുവിതാംകൂർ രാജാവ്. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ആരായിരുന്നു? ദിവാനായിരുന്നു. 1762 കൊച്ചിയിലെ കേരളവർമ്മ രാജാവ് തിരുവനന്തപുരം സന്ദർശിക്കുകയും ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ച് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെ പാലിയത്ത് കോമിയച്ഛൻ്റെയും സാന്നിധ്യത്തിൽ സന്ധി അംഗീകരിക്കുകയുമായിരുന്നു. ഈ സന്ധിയെ തുടർന്ന് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെയും ഡിലനോയിയുടെയും നേതൃത്വത്തിൽ തിരുവിതാംകൂർ സൈന്യം സാമൂതിരിക്കെതിരെ യുദ്ധം ചെയ്തു. അപ്പോൾ അതാണ് ശുചീന്ദ്രം ഉടമ്പടി. ഇനി രാജാ കേശവദാസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവ. ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയായിരുന്നു രാജാ കേശവദാസ്. ഈ രാജാ കേശവദാസിൻ്റെ യഥാർത്ഥ നാമമാണ് കേശവ പിള്ള. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്നു. എങ്ങനെയാണ് നമ്മുടെ രാജാ കേശവദാസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വലിയ ദിവാൻജി. 1795 തിരുവിതാംകൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നടത്തിയ ഉടമ്പടികൾ കൂടിയാലോചന നടത്തിയ വ്യക്തിയായിരുന്നു രാജാ കേശവദാസ്. ചാല കമ്പോളത്തിൻ്റെയും ആലപ്പുഴ നഗരത്തിൻ്റെയും ശില്പി. ആലപ്പുഴ നഗരത്തിൻ്റെ ശില്പി ആരാണ്? രാജാ കേശവദാസ്. രാജാ കേശവദാസ് ആലപ്പുഴയിൽ ഒരു തടി ഡിപ്പോ സ്ഥാപിക്കുകയും മാത്തൂ തരകൻ എന്ന ധനികനായ ക്രിസ്ത്യാനി കച്ചവടക്കാരന് വടക്കൻ തിരുവിതാംകൂറിൽ നിന്നും ആ ഡിപ്പോവിൽ തടി ശേഖരിച്ച് വിൽക്കാനുള്ള കുത്തക കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവിതാംകൂറിലെ മാത്തൂ തരകനെ പറ്റി പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഇനി വീണ്ടും നമ്മൾ ഇയാളെ പറ്റി പഠിക്കുന്നുണ്ട്. തിരുവിതാംകൂറിലെ കോട്ടർ പ്രാധാന്യമുള്ള വ്യാപാര നഗരമായി വികസിപ്പിച്ചു. MC റോഡിൻ്റെ പണി ആരംഭിച്ചതും തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിത ദിവാനും രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിങ്ടൺ പ്രഭുവാണ്. അപ്പം MC റോഡിൻ്റെ പണി ആരംഭിച്ചത്, നെടുങ്കോട്ട പണിതത്, അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ കോട്ടാർ പ്രാധാന്യമുള്ള വ്യാപാര നഗരമായി വികസിപ്പിച്ചത്, ഇതെല്ലാം ആരാണ്? ഇതിനെല്ലാം ഉത്തരം ധർമ്മരാജയാണ്. അടുത്ത ഭരണാധികാരിയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. 1798 മുതൽ 1810 വരെയുള്ള കാലഘട്ടമാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തന്നെ പദത്തിലെത്തിയ തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തിരുവിതാംകൂറിൻ്റെ ഭരണത്തിലെത്തിയെങ്കിലും ഏറ്റവും അശക്തനായ അല്ലെങ്കിൽ ദുർബലനായ ഭരണാധികാരി, തിരുവിതാംകൂർ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുർബലനായ ഭരണാധികാരി എന്നറിയപ്പെട്ടത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായ സമയത്ത് അവിട്ടം തിരുനാളായിരുന്നു ഇവിടുത്തെ ഭരണാധികാരി, തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഈ ജനങ്ങൾക്കിടയിൽ നിന്നും നിയമവിരുദ്ധമായി ധനശേഖരണം നടത്തിയിരുന്നത് ഇദ്ദേഹം ഭരണം നടത്താൻ ഏൽപ്പിച്ച കുറച്ച് ആളുകൾ, അതായത് ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണ ചെട്ടി, മാത്തൂ തരകൻ എന്നിവരൊക്കെ ജനങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായി ധനശേഖരണം നടത്തിയിരുന്നു. അപ്പം ഇതിനെതിരെ ഈ അവിട്ടം തിരുനാളിൻ്റെ കാലത്ത് ദളവയായിട്ടിരുന്ന ആളായിരുന്നു ആര്? നമ്മുടെ വേലുത്തമ്പി ദളവ. 1702 ദളവയായി തിരുവിതാംകൂർ രാജാവ് വേലുത്തമ്പിയെ നിയോഗിക്കുന്നത്. അപ്പോൾ ഈ തിരുവിതാംകൂറിലെ ഈ നിയമവിരുദ്ധമായിട്ടുള്ള ധനപ്പിരിവിനെതിരെ അല്ലെങ്കിൽ പണം നികുതി സ്വീകരിക്കുന്നതിനെതിരെ വേലുത്തമ്പി പ്രക്ഷോഭം നടത്തുകയും ആ പ്രക്ഷോഭം വിജയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 1800 ബ്രിട്ടീഷ് റെസിഡൻ്റായ കേണൽ മെക്കാളെയുടെ സമ്മതത്തോടെ വേലുത്തമ്പി തിരുവിതാംകൂർ ദിവാനാവുകയാണ്. 1802 വേലുത്തമ്പി ദളവയെ തിരുവിതാംകൂർ രാജാവ്
എന്തായിട്ട് നിയമിക്കുന്നത്? ഇവിടുത്തെ ദളവയായിട്ട് നിയമിക്കുന്നത്. തിരുവിതാംകൂർ പൂർണ്ണമായും ഈ സമയത്ത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. മെക്കാളെ പ്രഭുവിൻ്റെ തിരുവിതാംകൂർ റെസിഡൻ്റായി അധികാരമേറ്റ സമയത്തെ തിരുവിതാംകൂർ രാജാവ് മെക്കാളെ പ്രഭു, ഇവിടെ മെക്കാളെ പ്രഭു തിരുവിതാംകൂറിൻ്റെ റെസിഡൻ്റായി അധികാരമേൽക്കുന്ന സമയത്ത് ഇവിടുത്തെ രാജാവായിരുന്നത് അവിട്ടം തിരുനാൾ ആയിരുന്നു. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത്, കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത്, അതുപോലെ കൊല്ലം ചെങ്കോട്ട റോഡ് നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരി, ഇവയെല്ലാം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. ഈ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികളും കൊല്ലത്ത് ഹജൂർ കച്ചേരിയൊക്കെ സ്ഥാപിച്ചത് ശരിക്കും വേലുത്തമ്പി ദളവയുടെ ഭരണപരിഷ്കാരങ്ങളിൽ പെടുന്നവയാണ് കേട്ടോ. പിന്നെ കേരളത്തിൻ്റെ നെയ്ത്തു പട്ടണമായ ബാലരാമപുരത്തിന് ആ പേര് ലഭിക്കാൻ കാരണക്കാരനായ തിരുവിതാംകൂർ രാജാവാണ് നമ്മുടെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അപ്പോൾ ഓർക്കുക, തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് അവിട്ടം തിരുനാളാണ്. ഈ സമയത്താണ്, അതായത് ഇദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായി തീരുന്നത്. അടുത്ത നമുക്ക് വേലുത്തമ്പി ദളവയെക്കുറിച്ച് നോക്കാം. വേലുത്തമ്പി ദളവ എന്ന് പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു. ദളവ എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ്. വേലുത്തമ്പി ദളവ ജനിച്ചത് 1765 കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്താണ്. എവിടെയാണ്? കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്താണ് വേലുത്തമ്പി ദളവ ജനിക്കുന്നത്. വേലുത്തമ്പി ദളവയുടെ തറവാടിൻ്റെ പേരാണ് തലക്കുളത്ത് വീട്. വേലുത്തമ്പി ദളവയുടെ തറവാടിൻ്റെ പേരെന്താണ്? തലക്കുളത്ത് വീടെന്നാണ്. ഇനി വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം, റിയൽ നെയിം എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നായിരുന്നു. അപ്പോൾ വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ തമ്പി. വേലുത്തമ്പി ദളവയുമായി പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കുണ്ടറ വിളംബരം. അദ്ദേഹം കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത് 1809 ജനുവരി 11 കുണ്ടറയിലെ ഇളമ്പൻലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് അദ്ദേഹം ഈ വിളംബരം നടത്തുന്നത്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടത്തുന്ന ഒരു വിളംബരമാണ് കുണ്ടറ വിളംബരം. പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആത്മത്യാഗം ചെയ്യുകയാണ്. 1809 ഈ കുണ്ടറ വിളംബരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ആ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ കീഴടങ്ങാതെ ഒരു ധീരനായ ദേശസ്നേഹിയായിട്ട് അദ്ദേഹം സ്വന്തം ജീവൻ ത്യാഗം ചെയ്യുകയാണ്. അത് എന്നാണ് 1809 പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്യുന്നത്. ഈ വേലുത്തമ്പി ദളവ മരിച്ചിട്ടും അദ്ദേഹം സ്വയം മരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ബ്രിട്ടീഷുകാർക്ക് എന്താണ് ഇദ്ദേഹത്തോടുള്ള ആ ഒരു ദേഷ്യം കുറയാതെ ഈ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കുന്നുണ്ട്. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്, അത് പത്തനംതിട്ടയിലാണ്. അതുപോലെ വേലുത്തമ്പിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ്. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരത്തും. വേലുത്തമ്പി ദളവയുടെ വാള്, അദ്ദേഹം ആ കുത്തി മരിച്ച വാള് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരം. ഈ വേലുത്തമ്പി ദളവയുടെ ഭരണപരിഷ്കാരങ്ങളാണ് ഈ പറയുന്നത്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു, സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു, വേമ്പനാട്ട് കായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി, ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് മുതലായ പ്രധാന കേന്ദ്രങ്ങളിൽ ആഴ്ചച്ചന്തകൾ ഏർപ്പെടുത്തി. ഇവയൊക്കെയാണ് വേലുത്തമ്പി ദളവയുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് തിരുവിതാംകൂറിലെ 3 ഭരണാധികാരികളെ കുറിച്ചിട്ടാണ്. അവിടെ നമ്മൾ ആദ്യം പഠിച്ചത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച്, അതിനുശേഷം പഠിച്ചത് രണ്ടാമതായിട്ട് വന്ന ധർമ്മരാജ അഥവാ കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ച്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ കാലം കാർത്തിക തിരുനാളാണ് തിരുവിതാംകൂർ ഭരിച്ചത്. അതിനുശേഷം അവിട്ടം തിരുനാൾ പഠിച്ചു. അവിട്ടം തിരുനാളാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുർബലനായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത്. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് അവിടെ വേലുത്തമ്പി ദളവയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഇത്രയുമാണ് പഠിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഭരണാധികാരികളെക്കുറിച്ച്
നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ പറഞ്ഞതുപോലെ ഒരുപാട് നമ്മളങ്ങോട്ട് ഒറ്റ വീഡിയോയിൽ തന്നെ എടുത്തു പോയാൽ നമുക്കതൊരു സുഖമായിരിക്കില്ല. അപ്പോൾ ആദ്യത്തെ 3 പേരെ നമ്മൾ നല്ലതുപോലെ പഠിക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും ക്ലാസ് കേട്ട് പഠിക്കുക. ഇതിന് ശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത 3 പേരെ 3 4 പേരെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പം നമ്മുടെ കണ്ടൻറ്റിനനുസരിച്ച്, കാരണം ഒരുപാട് കൂടിപ്പോയാലും നമുക്കിത് കേൾക്കുമ്പോൾ ഒരു എന്താ പറയുന്ന ഒരു കേട്ടിരിക്കാൻ നമുക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് കാണാത്തവർ കാണും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറേശ്ശെ പഠിച്ച് മുൻപോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ഓഫ് യു, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.